മുഖ്യമന്ത്രി ഏതായാലും കണ്ണൂരിൽ നിന്നും തലസ്ഥാനത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വാർത്ത. ഏതായാലും കനത്ത പരാജയത്തിന് പിന്നാലെ പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് സകുടുംബം യാത്ര തിരിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് വിമാനത്തിലാണ് കുടുംബസമേതം യാത്ര തിരിച്ചത്. മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിന് സമീപിച്ചെങ്കിലും ഒന്നും മിണ്ടിയില്ല. വിവരം നൽകാൻ മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, കനത്ത പരാജയം, സ്വന്തം മണ്ഡലത്തിൽ പോലും വിയർത്ത് ജയിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ആഘാതത്തിൽ നിന്നാണ്, ആ ഒരു ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പക്ഷേ കണ്ണൂരിൽ നിന്നും തലസ്ഥാനത്തേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. ചോദ്യങ്ങളോട് ഒന്നും പ്രതികരിച്ചില്ല, അല്ലേ? അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ KP ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം സാധാരണ ഈ മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അദ്ദേഹത്തിന് കണ്ടകശനി പോലെ ആ ഒരു രീതിയിലാണ് മാധ്യമ പ്രവർത്തകർ എപ്പോഴും കാണുന്നത്. കടക്കപ്പുറത്ത് ജനങ്ങൾ പറഞ്ഞു, കടക്കപ്പുറത്ത്. അതെ, അതുകൊണ്ടാണ് പറ്റില്ലല്ലോ. മിഥുൻ, KP അശ്വതി, നമുക്കറിയാം കനത്ത പരാജയം തന്നെയാണ് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത്. അതിനുശേഷം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. നമുക്കറിയാം കുടുംബ സമേതമാണ് കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിന് ആരാഞ്ഞെങ്കിലും അദ്ദേഹം ഒരു വാക്കുപോലും മിണ്ടാൻ തയ്യാറായില്ല. ഈ ആളുകളോട് ജസ്റ്റ് കൈപൊക്കി അപ്പം തന്നെ ഉള്ളിലേക്ക് കടന്നു പോവുകയായിരുന്നു. മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ പോലും വിയർത്ത് ജയിക്കുന്നൊരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 7 റൗണ്ട് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ പിന്നിലായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു ആശങ്ക പാർട്ടി നേതൃത്വത്തിനടക്കം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടി കോട്ടയിലടക്കം വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പിണറായിയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ചെമ്പിലോടും അതുപോലെ തന്നെ അഞ്ചരക്കണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പിണറായി വിജയൻ പിന്നോട്ട് പോയി എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ തോറ്റു. അതായത് മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇതുവരെ CPM പിന്നോട്ട് പോകാത്തൊരു 2 മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ നിലം തൊടാത്ത രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. ഏതായാലും മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ യാതൊരു ചോദ്യങ്ങൾക്കോ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. KP, ഏതായാലും എന്ത് പറയും മുഖ്യമന്ത്രി, അല്ലേ? ആ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ പരാജയത്തിന്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലാണ് ഇപ്പോൾ. തീർച്ചയായും അതിനെ ന്യായീകരിക്കാനോ എതിർക്കാനോ കഴിയാത്തൊരു അവസ്ഥയും എന്തായാലും പ്രതികരിക്കും. KP, നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ ഇടതുപക്ഷത്തെ ഇങ്ങനെ അങ്ങ് ട്രോളിക്കൊണ്ടിരിക്കുവാണ്. തോറ്റു എന്ന് പറഞ്ഞിട്ട് ഇനി തോൽവി പാഠമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ പക്ഷെ നിർവാഹമില്ല, ഇത്തരം വാർത്തകൾ തന്നെ പ്രേക്ഷകർക്ക് കേൾപ്പിക്കേണ്ടി വരും. എന്തായാലും